ഹായ് നമസ്കാരം. ടർബോ ജോസ് പുറത്ത് ഇടിവെട്ടി മഴയാണെങ്കിൽ അകത്ത് ഇടിവെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു മൂന്നാം ദിവസത്തിലേക്ക് സിനിമ വരുമ്പോൾ പോലും മഴയാണെങ്കിൽ പോലും പല തിയേറ്ററുകളിലും ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് ടർബോ ജോസിന്റെ മുന്നോട്ടുള്ള ഒരു തേരോട്ടം. നമ്മുടെ ഈ സിനിമയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇതിനടക്കം തന്നെ വന്നിരുന്നു. പക്ഷെ അതൊന്നും ഇവിടുത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളികൾ അതൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ടർബോ എന്ന സിനിമയ്ക്ക് 2 ദിവസം ഈ സിനിമ നേടിയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സഹോദരി അവരുടെ ഉള്ളിൽ നിന്നും ഈ ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് പറയുന്ന ഒരു റിവ്യൂ, ശരിക്കും പറഞ്ഞാൽ വളരെ ഇമോഷണലായിട്ടാണ് ആ പെൺകുട്ടി ഈ ഒരു റിവ്യൂ പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് സിനിമയെ കുറിച്ചിട്ട് എന്തോ മോശം പറയാൻ പോവുകയാണെന്നാണ്. പക്ഷേ ദ റിയൽ എന്താ പറയുക റിവ്യൂ എന്ന് വേണേൽ പറയാം. നമ്മുടെ അശ്വന്ത് ഗോക്ക് സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിരുന്നു അല്ലേ. കാരണം അദ്ദേഹത്തിന്റെ ആ റിവ്യൂ കാണുമ്പോൾ നമുക്കറിയാം സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ പോസിറ്റീവ് ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നെഗറ്റീവ് പറയണം എന്ന് കരുതി തന്നെ ഇരുന്നുകൊണ്ട് ഒരുമാതിരി പുച്ഛിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരുമാതിരി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു റിവ്യൂ ആണ് ഈ അശ്വന്ത് ഗോക്ക് കൊടുത്തത്. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും പറയാം. പക്ഷേ ഒരു നല്ല സിനിമയെ മോശമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വൈരാഗ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തരത്തിൽ ഒരു നല്ല സിനിമ അല്ലെങ്കിൽ ജനങ്ങൾ പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് അത് തെണ്ടിത്തരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സഹോദരി പറഞ്ഞിട്ടുള്ള ഈ ഒരു റിവ്യൂ അത് നോക്കിയതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ അറിയിക്കുക. നമുക്ക് ആദ്യം അശ്വന്ത് ഗോക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ സഹോദരിയുടെ റിവ്യൂയിലേക്ക് വരാം കേട്ടോ. പോവാം. ഹായ് ഓൾ, ദിസ് കോക്ക്. മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ടർബോ. പ്രൊഡക്ഷനും മമ്മൂക്ക തന്നെയാണ്, മമ്മൂട്ടി കമ്പനി. ആരംഭിച്ച് ആദ്യ ഷോട്ട് തന്നെ കിടുവായിരുന്നു. പടത്തിലേക്ക് വൈശാഖ് നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. വലിയ അത്യാവശ്യം നല്ലൊരു ഉത്സവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്. തമിഴ്നാട്, നമ്മുടെ ടർബോ ജോസിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ടർബോ ജോസിൻ്റെ ഇൻട്രോ, മമ്മൂക്കയുടെ ഇൻട്രോ ഒരു നോർമൽ ഇൻട്രോ. അതുകഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. അടിപ്പടമാണല്ലോ, അപ്പോൾ അടി വേണമല്ലോ. അപ്പോൾ ഇതാ ഇൻട്രോ വിത്ത് അടി. ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ സെറ്റും വലിയ സെറ്റാണ്. അതായത് വൈശാഖിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, വലിയ സെറ്റ് ഇട്ടിട്ടുള്ള പരിപാടി. അതിലേക്ക് മമ്മൂക്കയുടെ വന്നുള്ള ഇടിയാണ്. പക്ഷേ അദ്ദേഹം വർഷങ്ങളായി ചെയ്യുന്ന പരിപാടി തന്നെ. ബട്ട് കൺസിഡറിങ് ഹിസ് ഏജ് അദ്ദേഹം ഇപ്പോഴും അത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ആ ഇൻട്രോ ഫൈറ്റിലൊന്നും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. കലാകാരങ്ങളായിട്ട് കണ്ടിട്ടുള്ള ക്ലീഷേ സാധനം. കുറേ നാട്ടുകാരിങ്ങനെ ഫൈറ്റിങ് കണ്ട് പറഞ്ഞ് വാപൊളിച്ചിരിക്കുന്നു. ഒരു കുട്ടി ഇങ്ങനെ മറ്റേ ഭരതത്തിൽ ഉർവശി കാണിക്കും പോലെ കാണിക്കുന്നു. അതായത് തികഞ്ഞ ഒരു പുച്ഛം. സിനിമയിൽ എന്തൊക്കെയോ ഉണ്ട്, അത് കൊള്ളാം, ഇത് കൊള്ളാം എന്നെല്ലാം പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന തരത്തിലുള്ള ഒരു ഊള റിവ്യൂ ആയിരുന്നു ഇവൻ്റെ. പക്ഷേ ഈ റിവ്യൂ ഒന്നും കണ്ടിട്ട് ഇവിടുത്തെ കേരളത്തിലെ മലയാളികൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുമെന്ന് തോന്നുന്നത് വെറുതെയാണ്. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ ഈ റിവ്യൂ നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടു നോക്കണം. കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. ഹായ്, ഞാനിപ്പോ ടർബോ കണ്ട് ഇറങ്ങിയുള്ളൂ. ഈ ഒരു വീഡിയോ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് സിനിമ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീട്ടിൽ വന്നിട്ട് പറയാമെന്നായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിനിമ കണ്ടിട്ട് ഞാൻ ശരിക്കും കരഞ്ഞുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്നാ സിനിമ കണ്ടിട്ടുണ്ടായ എന്റെ ഈ ഒരു ഇമോഷൻ അതുപോലെ നിങ്ങളെ കാണിക്കാന്ന് കരുതി. അങ്ങനെ ഞാനൊരു 3-4 തവണ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ എന്ത് പറയണമെന്നറിയില്ല. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇത് എങ്ങനെയായി വരും എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എനിക്ക് സിനിമയെക്കാളും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയെ കുറിച്ചാണ്. നിങ്ങൾ എത്ര മനുഷ്യനാണ് മമ്മൂക്ക. അതാ ഇങ്ങനെ കൈയെടുത്ത് തൊഴുതു പോവാണ്. ശരിക്കും ഈ ഒരു പ്രായത്തിലും ആ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന കാണുമ്പോണ്ടല്ലോ എനിക്ക് പൊന്നും ഈ മമ്മൂക്കയുടെ ആ സിനിമ നമ്മൾ ആ തിയേറ്ററിൽ ചെയ്ത് ഞാനിത് കാണുമ്പോൾ എനിക്ക് എന്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും മമ്മൂക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സിനിമയ്ക്കല്ല മമ്മൂട്ടിയെ വേണ്ടുന്നത്, മമ്മൂട്ടിക്കാണ് സിനിമയെ വേണ്ടുന്നതെന്ന് മമ്മൂക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും അങ്ങനെയല്ല മമ്മൂക്ക. സിനിമയുടെ ഭാഗ്യം ഇത് പറയുന്നത് മമ്മൂക്കയാണ്. ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. അപ്പോ സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളല്ലേ മമ്മൂക്ക. ആണ് സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ലോകത്ത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ. ഊണിലും ഉറക്കത്തിലും
തന്റെ ബ്ലഡിലും എല്ലാം ഫുൾ സിനിമയ്ക്ക് വേണ്ടി മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ ലോകത്ത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് മമ്മൂട്ടി മാത്രമാണ്. അപ്പോ സിനിമയുടെ ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂട്ടിയല്ലേ ശരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിലും ഈ മനുഷ്യനെ നമ്മളെല്ലാരും ഇങ്ങനെ വിസ്മയിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഈ മനുഷ്യന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകള് തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഫ്യൂച്ചർ ജനറേഷൻ ആക്ടിംഗ് റെഫറൻസ് ആയിട്ട് ഈ ലോകത്ത് എടുത്തു പഠിക്കാൻ പോകുന്നത് ഈ മനുഷ്യനെ ആയിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട. അതിലൊക്കെ നമുക്ക് ശരിക്കും അഭിമാനിക്കാം. നമുക്ക് മലയാളികൾക്ക് ശരിക്കും അഭിമാനിക്കാം. എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല മമ്മൂക്ക. താങ്ക് യു സോ മച്ച്, ലവ് യു സോ മച്ച് മമ്മൂക്ക. ഞങ്ങൾക്ക് വേണ്ടിയാണ് മമ്മൂക്ക ഇത് ചെയ്യുന്നതെന്ന് അറിയാം. ശരിക്കും ലവ് യു സോ മച്ച് മമ്മൂക്ക. ഈ ഗ്രേറ്റ്. ഇത് ഉള്ളിൽ നിന്ന് വന്ന് പറയുന്ന ഒരു റിവ്യൂ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ഇമോഷണൽ ആയിട്ടാണ് ആ സഹോദരി ആ സിനിമ കണ്ടിട്ട് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം 72 വയസ്സ് അല്ലെങ്കിൽ 73ാമത്തെ വയസ്സിലേക്ക് വരുന്ന മമ്മൂക്ക ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് ടർബോ എന്ന സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് 100-ൽ 110% സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം അത്രത്തോളം മമ്മൂക്ക ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫ് അല്ല സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ പൂണ്ട് വിളയാട്ടം അത് അൺബിലീവബിൾ ആണ്. കാരണം മമ്മൂക്കായെ പോലൊരു നടൻ അങ്ങനെ ചെയ്തു എന്ന് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ എൻ്റെ മനസ്സിലും ഒരുപാട്, കാരണം ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുക. കാരണം അഭിനയം എന്ന് പറയുന്നത് മമ്മൂക്കാക്ക് ഹരമാണ്, അല്ലെങ്കിൽ മമ്മൂക്കാക്ക് ഭ്രാന്താണ് എന്നൊക്കെ പല ഇൻ്റർവ്യൂവിലും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അഭിനയം നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ശ്വാസം നിന്നതുപോലെയാണ് എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അഭിനയത്തിന് വേണ്ടി ഇത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് നമുക്ക് പറയണം. ഇത് ഒരു പുതിയൊരു ജനറേഷൻ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂക്ക. അപ്പം അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമയെ നശിപ്പിക്കുന്നവർ സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ ശാപം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആൾ വന്നിരുന്നുണ്ട് ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ സിനിമയെ ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെ നമ്മളെ സൂചിപ്പിക്കും. എന്തായാലും സഹോദരിക്ക് എൻ്റെ ഒരു വലിയൊരു സല്യൂട്ട്. കാരണം അത് ഉള്ളിൽ നിന്ന് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ തന്നെയാണ് ആ പെൺകുട്ടിയുടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.